Hello, in this section we are discussing about the soil types. Soil type. In 1938, the soil taxonomy has divided the soil into three orders depending upon the dominant soil forming factors. They are the zonal soil, axonal soil, infrazonal soil. 1938 സോയിൽ ടാക്സോണമി സോയിൽ ഫോം ചെയ്യുന്ന രീതികളെ വെച്ചിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോണൽ സോയിൽ, അസോണൽ സോയിൽ, ഇൻട്രാസോണൽ സോയിൽ. And sonal soil, these soils occur in broad geographical areas or zone, and they are influenced more by the climate and vegetation of the area rather than the rock type. They are mature as a result of stable conditions over a long period of time. For example, lateral soil, black soil, desert soil, etc. Sonal soil. ഒരു വിശാലമായിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉണ്ടാകുന്ന സോയിലാണ് സോണൽ സോയിൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവിടുത്തെ ക്ലൈമറ്റും വെജിറ്റേഷനും ആയിരിക്കും. പാരൻ മെറ്റീരിയലിൻ്റെ ഇൻഫ്ലുവൻസിനെക്കാട്ടും കൂടുതൽ അവിടുത്തെ ക്ലൈമറ്റ് ആൻഡ് വെജിറ്റേഷൻ കണ്ടീഷൻസ് ആയിരിക്കും ആ സോയിൽ ഫോം ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. വളരെയധികം മെച്യൂരിറ്റി ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സോയിലാണ് സോണൽ സോയിൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ തുടങ്ങിയവ. Axonal soil. It is the soil that developed by the process of deposition by the agents of erosion. It means that it has been made by fine rock particles transported from the far-off regions. They are immature soil and lack well-developed soil profile. This may due to the non-availability of sufficient time for them to develop fully or due to location on a very steep slope which prohibits profile development. എക്സോജനറ്റിക് ഫോഴ്സസിൻ്റെ ഏജൻറ്റ്സ് വഴി, അതായത് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യർ, അണ്ടർഗ്രൗണ്ട് വാട്ടർ, സീവേവ് ഒക്കെ തുടങ്ങി വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസിനെയാണ് സോണൽ സോയിൽസ് എന്ന് പറയുന്നത്. ഇത് വേറെ എവിടെയെങ്കിലും ഫോം ചെയ്ത മെറ്റീരിയൽസ് ആയിരിക്കും. അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡെപ്പോസിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഇമ്മച്ചുവർ ആയിട്ടുള്ള സോയിൽസ് ആണ്. സോയിൽ പ്രൊഫൈൽസ് ഒക്കെ പുവറായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി സമയമൊന്നും ഇത് ഡെവലപ്പ് ചെയ്യാൻ അതിന് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഹൊറിസോൺസോ അല്ലെങ്കിൽ പ്രൊഫൈൽസോ ഒന്നും തന്നെ ശരിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. കാരണം ഒന്നേ ഇത് സ്റ്റീപ്പ് സ്ലോപ്പിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത സോയിലായിരിക്കും. ഉദാഹരണമായിട്ട് അലുവിയൽ സോയിൽ, ലോയർ സോയിൽ. ദെൻ ഇൻട്രാസോണൽ സോയിൽ. ദീസ് സോയിൽസ് ഒക്കെ വിത്തിൻ അതർ സോണൽ സോയിൽസ്. ഇൻട്രാസോണൽ സോയിലിൻ്റെ പ്രത്യേകത ഒന്ന് സോണൽ സോയിലോ അല്ലെങ്കിൽ സോണൽ സോയിൽസിലോ ഡെവലപ്പ് ചെയ്യുന്ന സോയിലാണ് ഇൻട്രാസോണൽ സോയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെൽ ഡെവലപ്ഡ് സോയിൽ റിഫ്ലക്റ്റിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സം ഫാക്ടേഴ്സ് ലൈക്ക് റിലീഫ്, പാരൻ മെറ്റീരിയൽ, ഏജ് rather than climate of vegetation. സോണൽ സോയിൽസിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, ക്ലൈമറ്റും വെജിറ്റേഷനുമാണ് പാരൻ മെറ്റീരിയലിനെക്കാട്ടും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന്. അതേസമയം പാരൻ മെറ്റീരിയൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ റിലീഫ്, പാരൻ മെറ്റീരിയൽ ആൻഡ് ഏജ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈപ്പ് സോയിലാണ് ഇൻട്രാസോണൽ സോയിൽ. ഇവിടെ ക്ലൈമറ്റിൻ്റെ വെജിറ്റേഷൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഉദാഹരണം പറയുന്നെങ്കിൽ പീറ്റ് സോയിൽ, കാൽക്കേറ്റഡ് സോയിൽ തുടങ്ങിയവയാണ്. Then first sonal soils. Sonal soils mainly include red desert soil, grey soil, chestnut soil, chernozem soil, laterite soil, potsoil soil, grey-brown potsoil, brown earth, tundra soil, brunism soil, tropical black earth, cool desert soil. Red soil. Reddish brown of hot desert is known as red desert soil. It has a sandy texture and it contains salt due to the absence of leaching. Grey soil. Grey soils are formed in arid regions and vegetation is being scanty and the layer is usually absent. As leaching is poor, alkane salts accumulate in B horizon. Horizon B occurs a grey color. Clay formation is very mere. Arid regionസിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് സോയിലാണ് ഗ്രേ സോയിൽ എന്ന് പറയുന്നത്. ഇവിടെ വെജിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെയറായ എ ലെയർ ഇവിടെ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലീച്ചിങ് വഴി വരുന്ന ആൽക്കൈൻ സോൾട്സ് അക്യൂമുലേറ്റ് ചെയ്യുന്നത് ബി ഹൊറിസോണിലാണ്. അതുകൊണ്ട് ബി ഹൊറിസോൺ ഒരു ഗ്രേ ഷെയ്ഡ് കാണും. ക്ലേ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇത്തരത്തിലുള്ള സോയിൽ. Chernozem of black soil. In Russian language, black earth is known as chernozem. It is a fine, fertile soil and its color is black or dark brown. It is well known for cultivation of cereal crops. This soil is very rich in plant foods that it will take crops for a long period without the addition of fertilizers. And it is found in Canada and USA and it is mainly associated with the natural cover of grass.
Chestnut soil. Chestnut soil is a variety of Chernozem soil, but it is modified by greater aridity. These are loose and friable, and it contains much humus as it is under the grass vegetation. And this soil is found in drier parts of Russia, Romania, Hungary, high plains of USA, steppe regions, South African wells, and pampas of Argentina. നേരത്തെ പറഞ്ഞ ചേർണസം സോയിലിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ചെസ്റ്റ്നട്ട് സോയിൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എർഡിറ്റി, മറ്റതിന് മോയ്സ്ചർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ ഇതിൽ എർഡിറ്റി ആണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലൂസും ഫ്രൈയബിളുമാണ്. പക്ഷേ ഹ്യൂമസ് കണ്ടൻറ്റ് ഗ്രാസ് വെജിറ്റേഷന് തൊട്ട് താഴെയാണ് ഇത് കാണപ്പെടുന്നത്. ഹ്യൂമസ് കണ്ടൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും. പ്രധാനമായിട്ടും വേൾഡിലെ തന്നെ ഗ്രാസ് ലാൻഡ്സിൽ, പ്രത്യേകിച്ച് ഡ്രയർ പാർട്സ് ഓഫ് ഗ്രാസ് ലാൻഡ്സിലാണ് ചെസ്റ്റ്നട്ട് സോയിൽസ് കണ്ടുവരുന്നത്. ലാറ്ററൈറ്റ് സോയിൽ ഓർ ലാറ്റ് സോയിൽ. It develops in hot and humid areas with potent evaporation. In the humid tropics, the chemical weathering and leaching are intense, leading to deep soil profiles of free drainage. These soils, yellow to red in color, are rich in hydrated oxides of iron, aluminum, and manganese. ട്രോപ്പിക്കൽ ഏരിയാസിൽ, പ്രത്യേകിച്ച് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഏരിയാസിൽ വളരെയധികം ടെമ്പറേച്ചർ കൂടുതലും റെയിൻഫോൾ കൂടുതലും ഇവോപ്പറേഷൻ കൂടുതലുമായിട്ടുള്ള സ്ഥലത്ത് ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ കെമിക്കൽ വെതറിങ്ങും ലീച്ചിങ് പ്രോസസ്സും വളരെയധികം ഇൻറ്റൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് ഫ്രീ ആയിട്ടുള്ള ഡീപ്പ് പ്രൊഫൈൽസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സോയിൽസിൻ്റെ പ്രത്യേകത അലൂമിനിയം ഓക്സൈഡ്സും അയൺ ഓക്സൈഡ്സും മാഗ്നീഷ്യസ് ഓക്സൈഡ്സിൻ്റെയും കണ്ടന്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് യെല്ലോ ടു റെഡ് കളർ ആയിരിക്കും അത് കാണുന്നത്. And the texture varies from kaolinic clay to loamy sandy texture, and it has poor vegetation cover. It is very deficient in humus, and they require heavy manuring and fertilization, and they are mainly found in Amazon Sahara Basin, Central America, etc. They are also found in Kerala. Podsol soil. Podsol is a Russian term meaning ash soil, and it occurs mainly in moist, cool climate of mid-latitude. It is a poor agricultural soil, and it develops under natural vegetation of coniferous forest. Huge areas of coniferous forest region of northern Canada, northern Russia are covered by podsol soil. Coniferous vegetation ടൈപ്പിൽ വരുന്ന ഫോറസ്റ്റിന് താഴെ കാണപ്പെടുന്ന സോയിലാണ് പോട്ട്സോൾ സോയിൽ. അതിന് മറ്റൊരു പേരാണ് ആഷ് സോയിൽ. പ്രധാനമായിട്ടും മിഡ് ലാറ്റിറ്റ്യൂഡ് കണ്ടുവരുന്നു. അഗ്രികൾച്ചറിന് അത്ര നല്ലതല്ലാത്തൊരു സോയിലാണ് പോട്ട്സോൾ സോയിൽ. Then grey brown soil. It is a soil intermediate between the brown earth and true podsol, and it is characterized by dark surface. It develops in temperate climate of moderate rainfall, but it has a greater organic content and less rich than true podsol. പോട്ട്സോൾ സോയിലിനും ബ്രൗണർ സോയിലിനും ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് സോയിലാണ് ഗ്രേ ബ്രൗൺ സോയിൽ എന്ന് പറയുന്നത്. ഡാർക്ക് സർഫേസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ടെമ്പറേറ്റ് ക്ലൈമറ്റിലാണ്. അവിടെ മോഡറേറ്റ് റെയിൻഫോൾ ആയിരിക്കും. പക്ഷേ ഇതിന് ഗ്രേറ്റർ ഓർഗാനിക് കണ്ടന്റ് കാണും. ട്രൂ പോട്ട്സോളിനെക്കാട്ടും ലെസ്സായിട്ട് ലീച്ച് ചെയ്ത ഒരു സോയിലാണ് ഗ്രേ ബ്രൗൺ പോട്ട്സോൾ. ബ്രൗൺ എർത്ത് ഓർ ബ്രൗൺ ഫോറസ്റ്റ് സോയിൽ. ഇറ്റ് ഇസ് കവേർഡ് ബൈ ഡെസിഡസ് ഫോറസ്റ്റ് ഓഫ് യൂറോപ്പ്. ഇല പൊഴിയുന്ന ഫോറസ്റ്റിനാണ് ഡെസിഡസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഡെസിഡസ് ഫോറസ്റ്റിന് അടിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് സോയിലാണ് ബ്രൗൺ എർത്ത് അല്ലെങ്കിൽ ബ്രൗൺ ഫോറസ്റ്റ് സോയിൽ, ആൻഡ് ഇറ്റ് ഇസ് വെരി റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ. Most of this soil are used for cultivation for centuries, and the natural fertility of this soil has depleted, and therefore manuring is essential. സെഞ്ചുറീസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് സോയിലാണ് ഈ ബ്രൗൺ എർത്ത്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൾട്ടിവേഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫെർട്ടിലിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് മാനുവറിങ് ഇപ്പോൾ ആവശ്യമായിട്ടുണ്ട്. Then tundra soil. These are closely influenced by the low temperature, slow rate of evaporation throughout the year, and a brief growing season for plants. The chemical weathering and biological weathering is very limited, and waterlogging is widespread in summer. In areas of better drainage, a more mature soil known as Arctic brown soil is developed in sandstone. Tundra soil. Tundra എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വളരെ തണുത്ത ഉറഞ്ഞ പ്രദേശങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്ന സോയിലാണ് ടുണ്ട്ര സോയിൽ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ഇവോപ്പറേഷൻ്റെ റേറ്റ് വളരെ കുറവാണ്. പ്ലാന്റ് ഗ്രോയിങ് സീസൺ എന്ന് പറയുന്നതും വളരെ ലോങ് ആയിരിക്കും. കെമിക്കൽ വെതറിങ്ങും ബയോളജിക്കൽ വെതറിങ്ങും ഇവിടെ ലിമിറ്റഡ് ആണ്. സമ്മർ സീസണിൽ വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് ഉണ്ട്. ഇനി കുറച്ചുകൂടെ ബെറ്റർ ഡ്രെയിനേജ് ആയിട്ടുള്ള സ്ഥലത്ത് ഡെവലപ്പ് ചെയ്യുന്ന കുറച്ചുകൂടെ മെച്ചൂർ സോയിലിനെ വിളിക്കുന്നത് ആർട്ടിക് ബ്രൗൺ സോയിൽ എന്നാണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് സാൻഡ്സ്റ്റോണിൽ നിന്നാണ്.
Brunism or prairie soil. It is a dark colored soil developed in mid-latitude subhumid climatic zone beneath the temperate grasslands, and it is also developed in the continental interiors where the rainfall varies between 60 and 100 centimeters annually. ബ്രൂണിസം അല്ലെങ്കിൽ പ്രയറി സോയിൽ പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്, പ്രധാനമായിട്ടും മിഡ് ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിന് അടിയിലാണ്. ഇതൊരു ഡാർക്ക് കളർ സോയിലാണ്. ഇനി കോണ്ടിനെന്റൽ ഇന്റീരിയേഴ്സിലും ഈ ഒരു സോയിൽ ഫോം ചെയ്യാറുണ്ട്. അവിടുത്തെ റെയിൻഫോൾ എന്ന് പറയുന്നത് 60 മുതൽ 100 സെന്റിമീറ്റർ വരെ ആയിരിക്കും റെയിൻ ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ട്രാൻസിഷണൽ സോയിൽസ് ബിറ്റ്വീൻ പെഡാൽഫറസ് ആൻഡ് പെഡക്കോൾസ്, and the tall grass stimulate rich humus content, and these soils occur in Eastern Europe and USA. Then tropical black earth, these are dark colored, heavy textured soil, and they are characterized by swelling during the rainy season, by drying out and cracking during the dry period. In peninsular India, it is known as Brega soil. ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് സോയിലാണ് ട്രോപ്പിക്കൽ ബ്ലാക്ക് എർത്ത് എന്ന് പറഞ്ഞാൽ ക്ലേ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെയിനി സീസൺ ആകുമ്പോൾ ഇത് സ്വെല്ല് ചെയ്യാറുണ്ട്. പക്ഷേ സമ്മർ സീസൺ ആകുമ്പോൾ ഇത് വളരെയധികം ക്രാക്ക് ചെയ്യും ഡ്രൈ ഔട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ ഇതിനെ വിളിക്കുന്നത് റഗ സോയിൽ എന്നാണ്. Then cool desert soil is Cernozone. It occurs in the more arid areas of mid-latitudes. The humus content is very small and the upper horizon of the soil is grey in color. These soil are rich in plant food and wherever irrigation water is available, it gives good returns. Irrigation available ആണെങ്കിൽ ഇത്തരത്തിലുള്ള സോയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം ഇതിൽ പ്ലാന്റ് ന്യൂട്രിയൻസ് വളരെ കൂടുതലാണ്. And it is found in Turkmenistan and parts of western USA. Then intrasonal soil. The intrasonal soils are the soils developed in other sonal soils, and it has greater influence in the age and structure etc. of the parent material rather than the climate and vegetation. Intrasonal soils are mainly of three types: saline soil, peat soil, calcareous soil. Saline soil. Saline soil contains considerable amount of soluble salt. The pH value of this alkali soil is 8.5. They occur in areas where there is sufficient degree of evaporation. The strong salt solution from a grey surface crust and a granular salt impregnate horizon below it. A typical saline soil is known as salt and chalk. If there is heavy rainfall, some surface salt may be leached out and salt layer occurs in the horizon and is known as salt and text. സോളബിൾ സോൾട്ട് വളരെയധികം കൂടുതലുള്ള സോയിൽസ് ആണ് സലൈൻ സോയിൽ എന്ന് പറയുന്നത്. പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 8.5 ആണ്. ആൽക്കലി ടൈപ്പ് സോയിലാണ് സലൈൻ സോയിൽസ് എന്ന് പറയുന്നത്. ഇവോപ്പറേഷൻ റേറ്റ് വളരെ കൂടുതലുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുന്ന ടൈപ്പ് സോയിലാണ് സലൈൻ സോയിൽ എന്ന് പറയുന്നത്. ഒരു ഗ്രേയിഷ് സർഫസ് ടെക്സ്ചർ ആയിരിക്കും സലൈൻ സോയിലിന് കാണുന്നത്. ഏറ്റവും മുകളിൽ കുറച്ചുകൂടെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസും തൊട്ട് താഴത്തെ ലെയിൽ കുറച്ച് ഗ്രാനുലർ പാർട്ടിക്കിൾസും ആയിരിക്കും ഈ ഒരു സോയിൽ കണ്ടുവരുന്നത്. ടിപ്പിക്കൽ ആയിട്ടുള്ള സലൈൻ സോയിലിനെ വിളിക്കുന്നത് സോളൻ ചക്ക് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഹെവി റെയിൻഫോൾ ഉണ്ടെങ്കിൽ ഏറ്റവും എ ഹൊറിസോൺ എന്ന് പറയുന്ന ഹൊറിസോണിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സോൾട്ട് ലീച്ച് ചെയ്ത് ബി ഹൊറിസോണിൽ അക്യൂമുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എ ഹൊറിസോൺ ആബ്സെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള സോയിലിനെ വിളിക്കുന്നത് സോളൻ ടെക്സ്റ്റ്. Then peat soil. Peat soil is a surface organic layer of soil that consists of partially decomposed organic matter, and they are mainly derived from the plant material, which has been accumulated under conditions of water lowing, oxygen deficiency, high acidity, and nutrient deficiency. Peat is a source of fuel in some countries like Russia, Ireland, etc. കോളിൻ്റെ ഒരു വകഭേദമാണ് പീറ്റ് എന്ന് പറയുന്നത്. പീറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് മാറ്റർ ആണ്. പ്രധാനമായിട്ടും ഡിറൈവ് ചെയ്തിട്ട് പാർഷ്യലി ഡികമ്പോസ് ചെയ്ത ഓർഗാനിക് മെറ്റീരിയൽ നിന്നാണ്, പ്രധാനമായിട്ടും പ്ലാന്റ് മെറ്റീരിയലിൽ നിന്നും. ഇത് ഫോം ചെയ്യുന്നത് വാട്ടർ ലോഗിങ് കണ്ടീഷൻസ് ഉള്ളപ്പോഴും ഓക്സിജൻ ഡെഫിഷ്യൻസി ഉള്ളപ്പോഴും ഹൈ അസിഡിറ്റി ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉള്ള പ്രതലത്തിൽ നിന്നാണ് ഈ പീറ്റ് സോയിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് പല രാജ്യങ്ങളിലും ഒരു സോഴ്സ് ഓഫ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. Calcareous or calcinomorphic soil. These are soil that is rich in calcium carbonate. The parent material is limestone. The pH value of the soil is above 7 and may be as high as 8.5. Examples of this soil include red and brown Mediterranean soil, brown calcareous soil, rentsina, etc. Azonal soil. Azonal soils are developed by the exogenous agents. This include mountain soil, alluvial soil, marine soil, glacial soil, wind-blown soil, volcanic soil. Mountain soil. Mountain soil develop in strong, unstable surface such as scree slopes or glacial moraines.
മൗണ്ടൻ സോയിൽ പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന അൺസ്റ്റേബിൾ കണ്ടീഷൻസ് ഉള്ള സ്ക്രീ സ്ലോപ്സ് എന്ന് പറഞ്ഞ വെതറിങ്ങിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു മൗണ്ടൻ്റെ താഴെ അക്യുമുലേറ്റ് ചെയ്യുന്ന ബൗൾഡേഴ്സിനെയും പെബിൾസിനെയും ഒക്കെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് സ്ക്രീ എന്ന്. അപ്പോൾ സ്ക്രീ സ്ലോപ്സിലോ അല്ലെങ്കിൽ ഗ്ലേഷ്യലിൻ്റെ ഒരു ഡെപ്പോസിഷൻ ഫീച്ചറാണ് ഗ്ലേഷ്യൽ മൊറൈൻസ്. അവിടേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുന്ന സോയിലാണ് മൗണ്ടൻ സോയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് large fragments of rocks which are physically disintegrate by frost action but suffer little chemical change, and these are also known as scree soil. ഇത്തരത്തിലുള്ള സ്ക്രീൽ അല്ലെങ്കിൽ ഗ്ലേഷ്യൽ മൊറൈൻസിൽ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ക്രീ സോയിൽ എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകതയുടെ ഫിസിക്കൽ ഡിസൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, പക്ഷേ കെമിക്കൽ ഡീകമ്പോസിഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. Then alluvial soil. These are a mixture of sand, slit and clay, mainly consisting of well-mixed rock waste transported and deposited in level beds by running water. River അല്ലെങ്കിൽ റണ്ണിംഗ് വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് കൊണ്ടും ഡിപ്പോസിഷൻ പ്രോസസ്സ് കൊണ്ടും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സാൻഡും സ്ലിറ്റും ക്ലേ ആണ്. വേൾഡിൽ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫെർട്ടൈൽ സോയിലാണ് അലൂവിയൽ സോയിൽസ് എന്ന് പറയുന്നത്. And they are mainly deposited in valleys and deltas, and alluvial plains are intensively cultivated, for example Indo-Gangetic plains of Mississippi, Missouri, etc. Marine soil is deposited by the sea action. Materials derived from marine origin and built up along the coast in the form of mud bank, sand dunes, etc. Glacial soil. These are soils deposited by the glacial and fluvial processes. These soils are generally poor in humus content. Wind-blown soil. Wind deposits, sand sheets, sand dunes, loess, etc. form the wind-blown soil. They are poor in humus content. For example, loess deposits of China, limon of Belgium, broad of Germany, etc. Volcanic soil. Volcanic soils are the soil developed as a result of the activity from the volcanoes. They are very rich in nutrients and hold water well because of their volcanic ash content. These soils are also called Andes soils. They are very young and acidic depending upon the type of volcano they came from. These materials are very dark in color.